ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ പതിവ് പോലെ രാവിലെ അലക്കി വന്നപ്പോൾ തന്നെ ഞാൻ മെഷീനിലിട്ട് തുണിയെല്ലാം ഉണക്കി വിരിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സന്തോഷകരമായ ഒരു കാഴ്ച കണ്ടു. നമ്മൾ അരച്ച് വെച്ച മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് വെച്ച മാവ് ഇങ്ങനെ പുളിച്ചിരിക്കുമ്പോൾ ചില സമയത്തും പണി കിട്ടാറുമുണ്ട്. പുളിച്ച് പൊങ്ങിയ അടുപ്പിൻ്റെ അങ്ങേ തലം തൊട്ട് ഇങ്ങേ തല വരെ ഒഴുകാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തായിരുന്നു, അതുകൊണ്ടായിരുന്നു തോന്നുന്നു ചാടിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഉള്ള ബ്രൂ കോഫി റെഡിയാക്കാൻ വേണ്ടി പാല് വെച്ചു, കുറച്ച് ബ്രൂ ഇട്ട് കൊടുത്തു, അത് റെഡിയാക്കി. അത് കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എനർജി കിട്ടുള്ളൂ. ചൂടോട് കൂടി ഇങ്ങനെ കുടിക്കണം. അപ്പോൾ ബിസ്ക്കറ്റും കൂട്ടി, അതായത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റും കൂട്ടി ഞാനത് 2 കഴിച്ചു. അതിനുശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പറയുമെന്ന് വരുമ്പോഴത്തേക്കും മെസ്സേജ് അങ്ങ് പോവും. ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ച് ദോശ ചുട്ടു. അതൊരു വിറ്റായി പോട്ടോ പറയാം. ദോശയൊക്കെ ചുട്ടു, ദോശയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ആ വോയിസ് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഇപ്പം 3-4 വോയിസ് കൊടുക്കൽ ഞാൻ. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ച് കണ്ടേരെ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ദോശ ഞാൻ മറിച്ച് എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം ചുട്ടെടുക്കണ മൊത്തത്തിൽ ഞാൻ ചുടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നീണ്ടുപോകും. നിങ്ങളെന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടും. അപ്പോൾ നമുക്ക് അടിപൊളി നല്ല ദോശ കിട്ടിയിട്ടുണ്ട്. പിന്നെ സങ്കടകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഏകദേശം ഒരു 3 മണിയായി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ 2 മണി കഴിഞ്ഞു. അതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലത്തെ ചായക്ക് കടിയും അല്ലാത്തതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇത്രയും പാത്രമായി. അപ്പം ഞാനിതൊന്ന് ഒന്നിച്ച് കഴുകാമെന്ന് ഓർത്തു. ഞാൻ ചായക്ക് ഉണ്ടാക്കി, പിന്നെ ഞാനും ചായ വെച്ചാൽ ബ്രൂ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് കഴുകിയെടുക്കാമെന്ന് ഓർത്തു. ഈ 2-3 അല്ലെങ്കിൽ 4-5 മാസം കൂടുമ്പോൾ സംഭവിക്കുന്നൊരു സംഭവമാട്ടോ ഇത്. വല്ലപ്പോഴും ഇങ്ങനെ പാത്രം കഴുകാതിരിക്കുന്നത്. ഞാൻ രാത്രി പാത്രം എല്ലാം കഴുകി നമ്മുടെ അടുക്കളയെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഞാൻ കിടന്നുറങ്ങുള്ളൂ. എനിക്ക് അങ്ങനെ കിടന്നുറങ്ങി കഴിയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ അടുക്കള കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാട്ടോ. പിന്നെ നമ്മുടെ കംഫർട്ട് തീർന്നായിരുന്നു അടുപ്പിൻ്റെ മുകളിൽ തുടയ്ക്കുന്നത്. അതൊരു കുപ്പിയിലേക്കാക്കി കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തു. ഇങ്ങനെ കംഫർട്ട് പറ്റി ഇങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും നമ്മുടെ കിച്ചണിന്. പിന്നെ ഞാൻ മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു. ഇന്ന് നമുക്ക് മുട്ടയും ദോശയും സാമ്പാറുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങി, കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ സാമ്പാർ ഞാൻ ചൂടാക്കി എടുത്തു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇക്കു എണീറ്റ് വന്നായിരുന്നു. ഇക്കുവിനുള്ള ചായ ഞാൻ റെഡിയാക്കി വെള്ളം വെച്ചു, പഞ്ചസാര ഇട്ടു, ഏലക്ക ഇട്ടു. അത് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പൊടി താഴ്ന്ന് കിട്ടും. ഇന്ന് നമുക്ക് വളരെ കുറച്ച് പണിയുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് കരുതി ദോശ എടുത്തു, സാമ്പാറെടുത്തു, മുട്ടയെടുത്തു, നമ്മൾ കഴിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ പണി നേരത്തെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.